എന്നോ നടന്നൊരു അപകടമാ. അതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. ആര് പറഞ്ഞു തെളിവില്ലെന്ന്? ഇപ്പൊ ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കലി കിടക്കുന്ന മഹാലക്ഷ്മി ഉണ്ടല്ലോ, അവർ തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. അന്ന് 5 വയസ്സുള്ള ആ കുട്ടി എല്ലാത്തിനും സാക്ഷിയാ. 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി പറയുന്നത് 100% വിശ്വസിക്കണോ സാറേ? പിന്നെ എന്താണ് വിശ്വസിക്കേണ്ടത്? ലോക്കപ്പിൽ കിടക്കുന്നവന്മാര് കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. പോലീസിന്റെ മർദ്ദനം ഭയന്ന് പലരും അങ്ങനെ കുറ്റം സമ്മതിക്കാറുണ്ട്. വക്കീൽ സാർ ഇതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇതേ പത്രത്തിലും ടി വിയിലും ഒക്കെ വാർത്തയാണ്ട കേസാ. ഇന്ന് ഏതായാലും ആരെയും ഒന്നും അറിയിച്ചിട്ടില്ല. പക്ഷേ നാളെ ഇതിനെപ്പറ്റി പുറംലോകം അറിഞ്ഞോളും. അതെങ്കിലും ചെയ്യാതിരുന്നൂടെ സാറേ? എന്തിനാ ചെയ്യാതിരിക്കുന്നത്? സ്വന്തം മോന്റെ ധീരകൃത്യങ്ങൾ പുറംലോകം അറിയട്ടെ. സാറേ, എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ അപകടത്തില് സാക്ഷിയാണെന്ന് പറയുന്ന മഹാലക്ഷ്മിയെ പൊന്നുപോലെ വളർത്തിയത് എന്റെ മകൻ പ്രതാപനാ. അതൊന്നും ഞങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. ഇവിടുത്തെ നിത്യ സന്ദർശകനാ മാർക്കോ. അവൻ പറഞ്ഞിട്ടേ കുറെ കഥകളൊക്കെ എനിക്കും അറിയാം. അതും ഉള്ളിൽ വെച്ചിട്ടാ അകത്ത് കിടക്കുന്നവരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി 2 പൊട്ടിക്കുന്നത്. എന്റെ വക്കീൽ സാറേ, ഇവരിപ്പോ ചരിത്രം എന്ന് പറഞ്ഞല്ലോ. ആ ചരിത്രം സാർ അറിഞ്ഞാലുണ്ടല്ലോ, സാറ് പോലും ഇവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവില്ല. നിങ്ങൾ പൊന്നുപോലെ വളർത്തിയതേ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ പാവം കുട്ടിയല്ല, ഇവളെയാണ് വളർത്തിയത്. വളർത്തിയെന്ന് പറഞ്ഞാ പോരാ, വളർത്തി നാശമാക്കി കളഞ്ഞു. ഇല്ലേടി? കണ്ണൻ സാർ ഒരു കംപ്ലൈന്റ് എഴുതി തന്നാലുണ്ടല്ലോ, ഇവൾ പുറംലോകം കാണില്ല. അതുപോലുള്ള ഹീനപ്രവൃത്തിയാണ് ഇവൾ ചെയ്തിരിക്കുന്നത്. നിന്നെയൊക്കെ ഒരു പെണ്ണെന്ന് വിളിക്കാൻ പറ്റുമോ? ആ വർഗത്തിന് തന്നെ നീ അപമാനോ? ഞങ്ങൾക്ക് അവരൊന്ന് കാണാൻ പറ്റുമോ? അതിനൊന്നും ഒരു കുഴപ്പമില്ല. ആ ചെല്ല്, അമ്മ പോയി മോനെ കാണും. നാളെ കോടതി കഴിഞ്ഞാലേ പിന്നെ ജയിലിൽ പോയേ കാണാൻ പറ്റൂ. അവൻ ജയിലിലേക്ക് പോകുന്നുള്ള കാര്യം ഉറപ്പാണോ സാറേ? അത് ഇങ്ങോട്ട് ചോദിക്കേ, പോവോ ഇല്ലയോ എന്നൊക്കെ. നിങ്ങൾ വാ സാറേ. നിന്റെ ബന്ധുക്കൾ എത്തിയടാ. മോനെ പ്രതാപ, എന്തായി വക്കീൽ സാറേ, എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇന്ന് പ്രതീക്ഷയൊന്നുമില്ല. ഇനി നാളെ കോടതിയിൽ എന്തെങ്കിലും നടക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ കേസേ കുറച്ച് കടുപ്പം പിടിച്ച കേസാ. വക്കീൽ സാറേ, പൈസ കൂടുതൽ തരാം, എങ്ങനെങ്കിലും ജാമ്യം എടുത്തു തരണം. പൈസ കൊണ്ട് മാത്രം ഒന്നും നടക്കില്ലടോ. നിങ്ങൾ ചെയ്തതൊക്കെ അതുപോലുള്ള കാര്യങ്ങളാ. രണ്ടാൾ സംസാരിക്കേ, ഞാൻ പുറത്തേക്കാം. എന്നാലും എന്റെ മോളെ, നീ എന്തിനാ അവളെ സ്റ്റെപ്പിൽ നിന്ന് തള്ളി താഴെയിട്ടെ? അതുകൊണ്ടല്ലേ പെട്ടെന്ന് കണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തേ. അത് തന്നെയാ ഞാൻ ഇവനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ കൊച്ചേ, നീ ഒന്ന് സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിൽക്കണമെന്ന്. നീ എന്നോട് പൈസ വേണമെന്ന് പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തപ്പോ ഞാനൊന്ന് തരാമെന്ന് പറഞ്ഞതല്ലേ കൊച്ചേ. ഇനിയിപ്പം അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
എല്ലാ മനുഷ്യരും എല്ലാം സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഉണ്ട്. അത് വിട്ടപ്പോഴാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഇപ്പൊ എന്തായി? ഇനി ഇവനെ എനിക്ക് കേസ് പറഞ്ഞ് മടുക്കാം. പ്രതാപ, വക്കീല് പറയുന്നതേ ആ സംഭവത്തിന് തെളിവൊന്നുമില്ലെന്നാ. ആ സംഭവത്തിന് തെളിവാ അമ്മേ ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്നവള്. അവളെല്ലാം കണ്ടതല്ലേ, എന്നിട്ട് അന്ന് അവിടെ കിടന്ന് നിലവിളിച്ചതല്ലേ. അതിന് അവക്കിപ്പം കോടതിയിൽ വരാൻ പറ്റില്ലല്ലോ മൊഴി കൊടുക്കാനായിട്ട്. എന്തിനാ കോടതി വരുന്നത് അമ്മേ? പോലീസുകാർ പോയി അവളുടെ മൊഴി ഇപ്പൊ എടുത്തു കാണും. അത് കോടതി പറഞ്ഞാൽ മതി അവരുടെ വക്കീല്. മിക്കവാറും കണ്ണനും ആ അനന്തുമായിരിക്കും വക്കീലന്മാരായിട്ട് വരുന്നത്. അതാണ് കൊച്ചെ പേടിക്കേണ്ടത്. നല്ല കാഞ്ഞ ബുദ്ധിയുള്ള കൂട്ടത്തിലാ രണ്ടുപേരും, പ്രത്യേകിച്ച് കണ്ണൻ. അവർക്കാണെങ്കിൽ കേസ് വാദിക്കാൻ ഒരു വക്കീലിന്റെ സഹായം പോലും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ കാര്യം അങ്ങനെ അല്ല മോളെ. ഈ കേസ് ഇനി ഏത് കാലത്ത് തീരുമെന്നറിയില്ല. ഇതുവരെ പത്രത്തിലും ടി വിയിലും ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് ഉണ്ണിയുടെ അമ്മയും ഇതൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. പേടിക്കണ്ട, നാളെ എല്ലാവരും എല്ലാം അറിഞ്ഞോളും. അത് കഴിഞ്ഞാൽ ഇനി മോളുടെ ഭാവി തീരുമാനിക്കുന്നത്. മോനെ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാനായിട്ടാ വന്നത്. എന്താ അമ്മേ? ഉണ്ണിയെ വീട്ടിൽ വന്നായിരുന്നു. അവന്റെ അച്ഛനെ കൊന്നതേ നീയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാ പിന്നെ ഈ ബന്ധം തുടരില്ലെന്ന് മോൾക്കറിയാം. അതുകൊണ്ട് വളരെ പരുഷമായിട്ടാ സംസാരിച്ചത്. അതെ, ഉണ്ണി പോയി കഴിഞ്ഞപ്പോൾ മോൾക്കൊരു തളർച്ചയുണ്ടായി. ഞാൻ പിന്നെ മോളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. മോളെ അവിടെ ചെന്നപ്പോഴല്ലേ വിവരം അറിയുന്നേ. മോക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, ചെറിയൊരു കുഴപ്പമുണ്ടടാ. കുഴപ്പമുണ്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. മോനെ, നീ കരുതുന്ന പോലെയുള്ള കുഴപ്പമല്ല. സാധാരണ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വരുന്ന കുഴപ്പം തന്നെയാ. എടാ, വീണ്ടും മോളുടെ വയറ്റില് ഒരനക്കം തുടങ്ങിയടാ. മോള് വീണ്ടും അമ്മയാകാൻ പോവാ. മഹാലക്ഷ്മി നോക്കുന്ന ഡോക്ടർ തന്നെയാ ഞങ്ങൾ കണ്ടത്. അവിടെ മോഹിനി ഉണ്ടായിരുന്നടാ, പിന്നെ മഞ്ജു. അവരോടൊക്കെ വിവരം പറഞ്ഞു. ആ മഞ്ജുട്ടല്ലോ മോളെ തല്ലില്ലെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോ അവൻ വന്നടാ, കണ്ണൻ. അവന്റെ കാല് പിടിച്ചൂടായിരുന്നോ? കാല് പിടിച്ച് കരഞ്ഞൂടായിരുന്നോ? എന്റെ പൊന്നുമോനെ, അതൊക്കെ ചെയ്തു. പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. നിന്നെ ജയിലിൽ കിടത്തുമെന്നും ഞങ്ങളെ ശിക്ഷിക്കുന്നൊക്കെ അവൻ പറഞ്ഞിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അച്ഛ. ആ കുഞ്ഞ് ജനിക്കണമെന്ന് പോലും എനിക്കില്ല. അങ്ങനൊന്നും പറയല്ലേ മോളെ. നല്ല കാര്യമല്ലോടാ അവള് പറഞ്ഞത്. എവർക്കൊക്കെ എന്തിനാ നീ മിണ്ടി പോകരുത്. മിണ്ടിയാലുണ്ടല്ലോ നിന്റെ കഴുത്തിന് പിടിച്ച് ഞെക്കും. ഇതിനൊക്കെ കാരണക്കാരനെ നീ ഒറ്റ ഒരുത്തന. എന്നിട്ടും അവൻ നല്ല പിള്ള ചമയം വന്നിരിക്കുന്നു. അന്നും നീ ഇവന്റെ കൈയും കാലും കെട്ടി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയില്ലായിരുന്നെങ്കിലേ ഈ സംഭവങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ എല്ലാരും അറിഞ്ഞാനെ. നമ്മുടെ വക്കീല് നല്ല വക്കീലമ്മേ. പക്ഷെ അയാളുടെ കയ്യിൽ ഇത് നിൽക്കുമെന്നറിയില്ല. എവിടെ നിൽക്കാന്? പിന്നെ ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്താ വലിയ കുഴപ്പമില്ലാതെ കോടതിയും ചിലപ്പോൾ നമുക്ക് ഇറങ്ങി വരാൻ പറ്റുമായിരിക്കും. എന്നാലും പ്രതാപ, ഇത് വല്ലാത്തൊരു വിധിയായി പോയി. വന്നപ്പോ എല്ലാം കൂടെ ഒന്നിച്ച്. അതിനിടയ്ക്കാ മോൾക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. ഈ നേരത്ത് മോൾ ഒരുപാട് സന്തോഷിക്കേണ്ടത്. ദേ നോക്ക്, ഇപ്പൊ കണ്ണീരും കൈയുമായിട്ട് നിൽക്കുക. മോൾ ഒന്ന് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരുന്നോ മോളെ? സംഭവിച്ചു പോയി. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നാളെ കോടതിയിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് കരുതാം. മോനെ, തല്ല ഒരുപാട് കൊണ്ടല്ലേ. ആ SI പറഞ്ഞായിരുന്നു ഇടയ്ക്കിടയ്ക്ക് വന്ന് തല്ലുന്നുണ്ടെന്ന്. SI മാത്രമൊന്നും അല്ല, പോലീസുകാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് പെരുമാറുന്നുണ്ട്. അതുകൊണ്ട്
എങ്ങനെങ്കിലും ഇവിടുന്ന് കോടതിയിലോട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞിരിക്കുക ഞങ്ങള്. ജയിലിൽ പോയാലും ഇതുപോലെ നരകയാതന അനുഭവിക്കേണ്ടി വരത്തില്ല. എടാ, നീയൊക്കെ ഉണ്ടല്ലോ, ഇനിയിപ്പോ കോടതിയിൽ നിന്ന് പുറത്തു വന്നാലും സൂക്ഷിക്കണം. പോലീസുകാരെക്കാൾ ഭീകരമായ 1-2 പേര് പുറത്തുണ്ട്, അറിയാലോ. അത് തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നേ. ആ മാർക്കോയുടെ മുഖം ആലോചിക്കുമ്പോ പുറത്ത് വരുന്നതിനേക്കാൾ നല്ലത് അകത്ത് കിടക്കുന്നത് തന്നെയാണെന്ന്. ഇനിയിപ്പോ അതൊന്നും ചിന്തിക്കണ്ട. ഞങ്ങൾ ഏതായാലും പോയി ആ വക്കീലിനെ ഒന്ന് കാണട്ടെ. അയാളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കാമല്ലോ. മോളുവാ മോനെ. മോളെ, ശരീരം സൂക്ഷിക്കണേ. കുഞ്ഞിനെ കളയണമെന്നൊന്നും ചിന്തിക്കല്ലേ. മോളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നറിയുമ്പോൾ എല്ലാവരും മോളോട് ക്ഷമിക്കുമായിരിക്കും. ഉണ്ണി ഇതൊക്കെ അറിഞ്ഞാ മോളെ തിരിച്ചു വിളിക്കുമായിരിക്കും. ചെല്ല. എടാ പ്രതാപ, കർക്കിടക മാസം വരുവാടാ. അതിൻ്റെ അല്ലറ പ്രശ്നങ്ങളാ ഇപ്പൊ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ കർക്കിടകവും കറുത്ത വാവുവാ നീ. എന്നാണോ നീയുമായിട്ട് ഞാൻ കൂട്ടുകൂടിയത്, അന്ന് മുതൽ ഈ പറഞ്ഞ ശനി എന്റെ പിന്നാലെ തന്നെയുണ്ട്. ശരിക്കും നീ ഒരു ശനി തന്നെയാടാ. എന്തെങ്കിലും രക്ഷയുണ്ടോ എന്റെ സാറേ? കേസിന്റെ സീരിയസ്നെസ്സിനെ പറ്റി ഞാൻ നിങ്ങളോട് രണ്ടാളോടും പറഞ്ഞല്ലോ. കാലപ്പഴക്കം ചെന്ന കേസാ. ശക്തമായ സാക്ഷികളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരെ കേസ് നമുക്ക് അനുകൂലമാക്കാം. അല്ലാത്ത പക്ഷം വലിയ ബുദ്ധിമുട്ടാ. ഇനിയിപ്പോ എവിടുന്ന സാറേ സാക്ഷികളെയൊക്കെ കൊണ്ടുവരുന്നേ? അതൊന്നും എനിക്കറിയില്ല. ഇപ്പോഴും വാമദേവൻ കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയുന്നത് മൂന്നാമതൊരാൾക്ക് അറിയില്ല. അതുകൊണ്ട് കോടതി വാമദേവനും പ്രതാപനും പറയുന്നത് മുഖവിലക്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വാമദേവന് കാര്യങ്ങൾ കുറച്ച് നിസ്സാരമായിരിക്കും. എന്നാൽ പ്രതാപന്റെ കാര്യത്തിൽ അതല്ല സ്ഥിതി. അതെന്താ സാർ അങ്ങനെ? വേറൊന്നുമല്ല, അന്ന് വിശ്വനാഥൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിലേക്ക് പ്രതാപന്റെ ലോറിയാണ് പാഞ്ഞു കയറിയത്. അതിന് മഹാലക്ഷ്മി എന്ന പെൺകുട്ടി സാക്ഷിയുമാണ്. ആക്സിഡന്റ് ഉണ്ടായ ശേഷം അയാൾ വണ്ടി നിർത്തി അവിടെ ഇറങ്ങിയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വണ്ടി ഓടിച്ച് പോവുക ചെയ്തേ. അത് ക്രിമിനൽ കുറ്റവാ. എങ്കിലും വലിയ ശിക്ഷ കിട്ടോ സാറേ? എന്ന് ചോദിച്ചാ ഇതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞാലും കോടതിയിൽ നിന്ന് ജാമ്യത്തിലൊക്കെ ഇറക്കാൻ പറ്റും. അത് മതി വക്കീലേ, അത് മതി. എങ്ങനെയെങ്കിലും നാളെ ഒന്ന് പുറത്തിറക്കിയാ മതി. പക്ഷെ പുറത്തിറങ്ങി കഴിഞ്ഞാലും ഉണ്ടല്ലോ, പ്രതാപനും വാമനും ഒക്കെ ഭയക്കുന്ന പോലെ 2 പേര് പുറത്തുണ്ട്. ആ മാർക്കോയും അവന്റെ കൂട്ടുകാരനും. അവന്മാരെ ഭയക്കാത്തവരായിട്ട് ഇവിടെ ആരാ ഉള്ളത്? ഞാൻ ഈ കേസ് ഏറ്റെടുത്തോണ്ട് ഇനി എന്റെ തടിക്ക് കേടുവരോ? അയ്യോ, അങ്ങനെ പറഞ്ഞ് ഒഴിയല്ലേ എന്റെ പൊന്നു സാറ്. അവന്മാര് നല്ലവരായ ആൾക്കാർക്ക് എതിരാളികളല്ല. പക്ഷെ ആരെങ്കിലും 2 എണ്ണം പൊട്ടിക്കണമെന്ന് തീരുമാനിച്ച ഇനി അവർ എത്ര വലിയ കൊമ്പത്തെ ആൾക്കാരാണെങ്കിലും അത് അവന്മാര് ചെയ്തിരിക്കും. അതാണ് പേടി. പക്ഷെ ഇതൊക്കെ അറിഞ്ഞോന്നറിയില്ല. അറിഞ്ഞു കാണും. ആ സാഗറ് അതൊക്കെ അവന്മാരെ അറിയിച്ചു കാണും. നാളെ കോടതിയിൽ വരില്ലേ? വരാതിരിക്കാൻ പറ്റില്ലല്ലോ സാറേ. ഞാൻ മോളെയും കൂട്ടി അങ്ങോട്ട് വന്നോളാം. അതിനു മുമ്പ് കുറച്ച് പൈസ കെട്ടി വെക്കണം. വെക്കാം. അതൊക്കെ സാറ് പറഞ്ഞാ മതി. മോളുടെ മൊബൈലിൽ നിന്ന് സാറിന്റെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് തരും. പക്ഷെ നാളെ കൊണ്ട് കേസ് അവസാനിക്കുന്നില്ലെങ്കിലേ കുറേ നാൾ ഇതിന്റെ പിന്നാലെയൊക്കെ നടക്കേണ്ടി വരും. അതുകൊണ്ട് നല്ല പൈസയും ചെലവാവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് പൈസയൊക്കെ കരുതി വെച്ചേക്കണം കേട്ടോ. ശരിയെന്നാ. മോളെ, അവനുണ്ടല്ലോ, അവന്റെ കീശ വീർപ്പിക്കാനുള്ള പരിപാടിയാ. എന്റെ പൊന്നു മുത്തശ്ശി, ഏത് വക്കീലന്മാരെ വെച്ചാലും ഇത് തന്നെയല്ലേ സ്ഥിതി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? മോളെ, മോഹിനി അവിടെ കിടന്ന് ചാടിയെങ്കിലും നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം പറഞ്ഞതുകൊണ്ട്
അവള് ചിലപ്പോ കണ്ണനോട് നിനക്ക് വേണ്ടി വാദിക്കുമായിരിക്കും അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മഹാലക്ഷ്മിയെ തള്ളിയിട്ടതിന്റെ പേരില് അവരെന്റെ കരണത്തടിച്ചതാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ അവരെന്നെ തല്ലുന്നത്. എന്നാലും നീ അവളുടെ വയറ്റിൽ പിറന്ന കുട്ടിയല്ലേ മോളെ? ആ ബോധം അവൾക്ക് കാണത്തില്ലയോ? ആ എന്താന്ന് നോക്കാം. മോള് വാ. നീ ഹോസ്പിറ്റലിലേക്ക് പോവല്ലേ? മഹിയുടെ കണ്ടീഷൻ ഇപ്പൊ വളരെ മോശമാണ് തോട്ടാ. ഡോക്ടർമാർക്ക് പോലും ഒന്നും തറപ്പിച്ച് പറയാൻ പറ്റുന്നില്ല. മഞ്ജു വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവൾക്കൊപ്പം എനിക്കൊന്ന് അമ്പലത്തിൽ പോണം. കുറച്ച് നേർച്ചകളുണ്ട്, അതൊക്കെ നടത്തണം. രാത്രിയിൽ ഞാനും കണ്ണനും ഹോസ്പിറ്റലിൽ കാണില്ല. ഇന്ന് രാത്രി പകലാക്കിയേ പറ്റൂ. കണ്ണനും ഞാനും വാശിയോടെ എടുത്തിരിക്കുക പ്രതാപന്റെയും വാമദേവന്റെയും കേസ്. അവന്മാർക്ക് ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ പാടില്ല. രണ്ടെണ്ണം പുറത്തു വരരുത്. അവന്മാര് പോലീസിൽ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞല്ലോ, പിന്നെ ഇനി ജാമ്യം കിട്ടുമോ? പോലീസിൽ കുറ്റം സമ്മതിച്ചുവെങ്കിലും കോടതിയിൽ വരുമ്പോൾ അത് നിഷേധിച്ചു കഴിഞ്ഞാൽ കോടതി സംശയത്തിന്റെ ആനുകൂല്യം നൽകി ജാമ്യം അനുവദിക്കും. കണ്ണന് അവന്റെ അച്ഛനോട് എന്തുമാത്രം സ്നേഹമുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവനിത് വെറൊരു കേസല്ല. അവന്റെ അച്ഛന്റെ ജീവൻ എടുത്തവന്മാർക്ക് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ കിട്ടിയേ പറ്റൂ. അതിലുപരി വയറ്റിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞുമായി നിന്ന അമ്മയാണ് കരുണ തള്ളി താഴെയിട്ടത്. അതിന് അവൾക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടിയേ പറ്റൂ. കേസ് നടത്തി അവളുടെ അച്ഛൻ മുടിയണം. കോടതിയെ പോലും ഞെട്ടിക്കുന്ന കേസായി മാറും ഇത്. അനന്തേട്ടൻ പറഞ്ഞില്ലേ, നഷ്ടപരിഹാര തുക പ്രതാപനൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ആയിരിക്കുമെന്ന്. അതെ, കോടികൾ കൊടുക്കേണ്ടി വരും. കൊടുക്കട്ടെ. രണ്ടിന്റെ ശേഷിക്കുന്ന സമ്പത്ത് മുഴുവനും തീരട്ടെ. കണ്ണന്റെ അച്ഛൻ മരിച്ചുവെങ്കിലും അവൻ എപ്പോഴും പറയായിരുന്നു അവന്റെ അച്ഛന്റെ സാമീപ്യം അവന്റെ അരികിലുണ്ടെന്ന്. ഇപ്പോൾ ഈ കേസ് ഇങ്ങനൊരു വഴിയിൽ എത്തിച്ചതും കണ്ണന്റെ അച്ഛന്റെ ആത്മാവ് തന്നെയാ. പ്രതാപന് സമനില തെറ്റിയ സമയം മുതലേ തുടങ്ങി അയാളുടെ നാശം. ഇനി അത് പൂർണ്ണമാവും പോകുന്ന ദിവസങ്ങൾ. ഞാനൊന്ന് പോയിട്ട് വരാൻ ലേഖേ. നീ മഞ്ജുവുമായിട്ട് അമ്പലത്തിൽ പോയി നന്നായി ഒന്ന് പ്രാർത്ഥിക്കേ. ശരി. ഇങ്ങനെ ഇരുന്നാലോ മോളെ? വന്നെന്തെങ്കിലും കഴിക്ക്. വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉള്ളതല്ലേ. എനിക്കൊന്നും വേണ്ട മുത്തശ്ശി. ഞാൻ ആലോചിക്കുന്നത് ഈ കുഞ്ഞിനങ്ങ് കളഞ്ഞാലോന്ന്. എന്തൊക്കെയാ മോളെ ഈ പറയുന്നത്? അച്ഛനെ അറസ്റ്റ് ചെയ്ത വിവരം ഉണ്ണേട്ടനും ഉണ്ണേട്ടന്റെ അമ്മയൊക്കെ അറിഞ്ഞോന്ന് അറിയില്ല. ഇനി അറിയുകയാണെങ്കിൽ അവരതിന്റെ കാരണം തിരക്കും. അതോടെ ഉണ്ണേട്ടന്റെ അച്ഛനെ കൊന്നത് എന്റെ അച്ഛനാണെന്ന് അവർക്കൊക്കെ മനസ്സിലാവുകയും ചെയ്യും. മോളെ, മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് നല്ലതാ. ആ ഒറ്റ കാരണം വെച്ച് അവൻ ഈ ബന്ധം ഒഴിയത്തില്ല. എന്നൊന്നും എനിക്ക് ഉറപ്പില്ല മുത്തശ്ശി. അല്ലെങ്കിലേ ഉണ്ണിയേട്ടൻ സ്വാർത്ഥന. അങ്ങേർക്കും അങ്ങേരുടെ കുഞ്ഞിനേക്കാൾ സ്നേഹം പണത്തിനോടാ. എന്ന് മാത്രമല്ല, ഇനി പ്രസവം വരെ ഹോസ്പിറ്റൽ കേസും അല്ലാതുള്ള ചെലവും ഒരുപാടാണല്ലോ. അതെല്ലാം ഏറ്റെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും അയാൾക്കില്ല. അതിനുവേണ്ടി നയാ പൈസ ചെലവാക്കത്തുമില്ല. എന്റെ ദൈവമേ, ഇതുപോലുള്ള ഒരുത്തനെയാണല്ലോ മോൾക്ക് ഭർത്താവായി കിട്ടിയത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അയാളുടെ കുഞ്ഞിനെ അങ്ങ് കളയാന്ന്. മോളെ, അവനിനി മോളെ തിരിച്ചു വിളിച്ചില്ലെങ്കിലും ശരി, മോള് മോളുടെ കുഞ്ഞിനെ കളയരുത്.
അച്ഛനില്ലാത്ത കുഞ്ഞിനെ എനിക്ക് വളർത്തേണ്ടി വരുമോ മുത്തശ്ശി? അങ്ങനെയൊന്നും വരത്തില്ല. 10 കാശ് കാണിച്ചു കഴിഞ്ഞാലേ കണ്ണും മഞ്ഞളിച്ച് മോളുടെ പിന്നാലെ വരുന്നവനാണ് ഈ ഉണ്ണി. ഇനിയിപ്പോ കേസൊക്കെ നടത്തുമ്പോ പൈസ എല്ലാം പൊട്ടിപ്പോകത്തില്ലേ മുത്തശ്ശി? എന്നാലും കുഴപ്പമില്ല. മോളുടെ അച്ഛൻ ഒരുപാട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടല്ലോ. പിന്നെ എന്റെ വീടും സ്വർണവും ഒക്കെ ബാക്കി നിൽക്കുകയല്ലേ. എന്റെ പൊന്ന്, സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില? അത് വിറ്റാ തന്നെ കോടികളാ കിട്ടുന്നത്. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട. മോൾക്കും കുഞ്ഞിനും ഒരു കുറവുമില്ലാതെ ഈ മുത്തശ്ശി നോക്കിക്കോളാം. നാളെ പത്രത്തിലൊക്കെ ഈ വാർത്ത വരുമായിരിക്കോ? പത്രക്കാർക്ക് ഇതൊക്കെ ചാകരയാണല്ലോ. അങ്ങനെ വാർത്ത വരുവാണെങ്കിൽ ലോറി അപകടം കൊലപാതകമാണെന്നും കണ്ണന്റെ അച്ഛനാണ് മരിച്ചതെന്നും ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ കണ്ണൻ ഉണ്ണേട്ടനോട് ഈ വിവരം പറഞ്ഞില്ലെങ്കിലും ശരി, നാളെ അവർക്ക് അറിയുമായിരിക്കും അല്ലേ? ഇനിയിപ്പോ ഇതൊന്നും മൂടി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ലല്ലോ മോളെ. അങ്ങനെ ഒരു സത്യം എല്ലാവരും അറിയുന്നത് കൊണ്ട് മോൾക്കും ഒരു സ്വാതന്ത്ര്യം കിട്ടുമല്ലോ. ഇനിയിപ്പോ മോളോട് അടിമപ്പണി ചെയ്യാൻ ആരും പറയില്ലല്ലോ. ഇനിയിപ്പോ ഭയക്കേണ്ടത് മോളുടെ പേരിലും കൂടെ കണ്ണൻ കേസ് കൊടുക്കുമെന്ന. അങ്ങനെ കൊടുത്താ കുഴഞ്ഞത് തന്നെ. അങ്ങനെയൊന്നും സംഭവിക്കല്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം ലക്ഷ്മിയുടെ കുഞ്ഞങ്ങ് പോകണേന്നും. അവിടെ ഇപ്പോ എന്തായെന്ന് അറിയില്ലല്ലോ മുത്തശ്ശി. അറിയാനൊന്നുമില്ല. ശക്തിയായിട്ട് വീണെന്നല്ലേ പറഞ്ഞത്. ഇനിയിപ്പോ അവള് ജീവിച്ചാലും അവളുടെ കുഞ്ഞ് ജീവിക്കാൻ പോകുന്നില്ല. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാ കണ്ണൻ പ്രതാപനെ കുരുക്കിയത്.